വാർത്തകൾ തുടർന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. സംസ്ഥാന കമ്മിറ്റിയുടെ അനുമതിയില്ലാതെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതിന്റെ വിശദീകരണം തേടി CPIM ഇമെയിൽ വഴിയാണ് പാർട്ടി നേതൃത്വം ജില്ലാ സെക്രട്ടറിയോട് വിശദീകരണം തേടിയിട്ടുള്ളത്. ആറന്മുള, കോന്നി മണ്ഡലങ്ങളിൽ വീണ ജോർജും KU ജനീഷ് കുമാറും മത്സരിക്കുമെന്ന രീതിയിൽ രാജു എബ്രഹാം മാധ്യമങ്ങളിൽ സംസാരിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി പ്രസാദ് MJ ചേരുന്നു. പ്രസാദ്, നമുക്കറിയാം ഈ ഒരു സ്ഥാനാർത്ഥികളെ പറ്റിയുള്ള വിവരങ്ങളെല്ലാം ഈ രാജു എബ്രഹാം പറഞ്ഞ ഒരു കാര്യത്തിലാണ് ഇപ്പോൾ ഒരു വിശദീകരണം തേടിയിരിക്കുന്നത്. പാർട്ടി കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? നമ്മളിപ്പോൾ മാധ്യമങ്ങളെ പോലും അമ്പരിപ്പിച്ചുകൊണ്ടാണ് പാർട്ടിയുടെ കേഡർ സ്വഭാവം നിലനിർത്താതെ പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം കഴിഞ്ഞ ദിവസം രാവിലെ മുഖ്യധാര മാധ്യമങ്ങൾക്കും ഒപ്പം പത്രങ്ങൾക്കും ഈ വാർത്ത നൽകിയത്. ആദ്യം തന്നെ നമ്മൾ കേരള വിഷൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇന്നലെ തന്നെ രാജു എബ്രഹാമിന്റെ ബൈറ്റ് നമ്മൾ സംപ്രേഷണം ചെയ്തിരുന്നു. അദ്ദേഹം മാധ്യമങ്ങളോടെല്ലാം തന്നെ പറഞ്ഞത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അനുമതി കിട്ടിയാൽ ഉടൻ തന്നെ ആറന്മുളയിൽ മുൻ മന്ത്രിയും ഇപ്പോഴത്തെ MLA കൂടിയായ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആറന്മുളയിൽ മത്സരിക്കുമെന്നും കോന്നിയിൽ അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ മത്സരിക്കുമെന്നും ഇരുവരും വൻ ഭൂരിപക്ഷത്തോടുകൂടി ആറന്മുളയിലും കോന്നിയിലും ജയിക്കുമെന്നാണ് മാധ്യമങ്ങളോട് ഒപ്പം തന്നെ അയാൾ തറപ്പിച്ച് പറഞ്ഞിരുന്നത്. പക്ഷെങ്കിൽ ഇത് സാധാരണയായി ദീപ്തി ഒരു മറ്റേ ഗ്രാമപഞ്ചായത്തിലോ ബ്ലോക്ക് പഞ്ചായത്തിലോ ജില്ലാ പഞ്ചായത്തിലോ പാർട്ടിയുടെ കേഡർ സ്വഭാവം അനുസരിച്ച് ഒരിക്കലും ഒരു ജില്ലാ സെക്രട്ടറിക്ക് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കാതിരിക്കുന്ന കീഴ്വഴക്കമാണ് ഇപ്പോൾ ഈ രാജു എബ്രഹാം തെറ്റിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹം എല്ലാ ദിവസവും സംസ്ഥാന സെന്റർ തിരുവനന്തപുരത്ത് ചേരുന്നതിന് ഇന്ന് സംസ്ഥാന സെന്റർ ഇന്ന് രാവിലെ ചേർന്നപ്പോൾ അത് സംസ്ഥാന ജനറൽ സെക്രട്ടറി MV ഗോവിന്ദന്റെ നേതൃത്വത്തിൽ ചേർന്നതുകൊണ്ട് ഇന്നലെ ഇന്നുമായി മാധ്യമങ്ങളിൽ വന്ന ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുടെ ഇമെയിൽ വഴിയാണ് ഇതിന്റെ വിശദീകരണം തേടിയിട്ടുള്ളത്. ഏത് ഘടകത്തിൽ ഇത് ചർച്ച ചെയ്തു, ആരുടെ അനുമതിയോടു കൂടിയാണ് ഇങ്ങനെ മാധ്യമങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനുള്ള വിശദീകരണം ഉടൻ തന്നെ 2-3 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്നാണ് ഇമെയിൽ വഴിയുള്ള സന്ദേശം നൽകിയിട്ടുള്ളത്. നമ്മളും മറ്റ് മാധ്യമങ്ങളും രാജു എബ്രഹാമിന് ഈ ഇമെയിൽ വഴിയുള്ള സന്ദേശം ലഭിച്ചതിന്റെ വിവരം ഫോൺ വഴി ബന്ധപ്പെടാൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹം രാജു എബ്രഹാമിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതുകൊണ്ട് രാജു എബ്രഹാമിനെ ഇതുവരെ നമുക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും വരും ദിവസങ്ങളിൽ ഇത് പാർട്ടിക്കുള്ളിൽ തന്നെ ജില്ലയിൽ തന്നെ കൂടുതൽ അമർഷത്തിനും സംഘർഷത്തിനും ആശങ്കയും വഴിയൊഴുക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അദീപ്തി. ശ്രീ പ്രസാദ്, ആറന്മുള, കോന്നി മണ്ഡലങ്ങളിൽ വീണ ജോർജും KU ജനീഷ് കുമാറും മത്സരിക്കുമെന്ന രീതിയിൽ രാജു എബ്രഹാം മാധ്യമങ്ങളിൽ സംസാരിച്ച ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ നടപടി എടുത്തിരിക്കുന്നത്. വിശദീകരണം നൽകണമെന്നാണ് വിശദീകരണം തേടിയിരിക്കുകയാണ് CPIM. സംസ്ഥാന കമ്മിറ്റിയുടെ അനുമതിയില്ലാതെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതിന്റെ വിശദീകരണമാണ് CPIM തേടിയിരിക്കുന്നത്. ഇമെയിൽ വഴിയാണ് പാർട്ടി നേതൃത്വം ജില്ലാ സെക്രട്ടറിയോട് വിശദീകരണം തേടിയിട്ടുള്ളത്. പ്രസാദ് MJ വിവരങ്ങൾ നൽകിയത്.